ഇന്നത്തെ കാലത്ത് ഒരുപാട് വർഗീയതയും വിദ്വേഷവുമൊക്കെ സമൂഹത്തിലുണ്ടെങ്കിലും കാണുന്ന എന്തിനേയും ഏതിനേയും അങ്ങ് വർഗീയതയുടെ പരിപ്രേക്ഷ്യത്തിലാക്കി അത് ആസ്വദിക്കുന്ന കുറേ പേരുണ്ട്. ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ 2-3 ദിവസമായി സാമൂഹ്യ മാധ്യമത്തിൽ കിടന്ന് കളിക്കുന്ന ഒരു വീഡിയോ, അതായത് ഹജ്ജിന് പോയിട്ട് വരുന്ന ആളുകളുടെ സംസം വെള്ളം സംഘികളായ ആളുകൾ പെട്ടിയിൽ നിന്ന് എടുത്തു മാറ്റുന്ന ദൃശ്യം കണ്ടോ എന്ന് പറഞ്ഞ് ആരോ ഒരു കുബുദ്ധി ഇട്ടതാണ്. അപ്പോഴത്തേക്ക് ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുറച്ച് വികാരജീവികൾ അതിങ്ങനെ പങ്കുവെച്ച് ഒരു സന്തോഷം പോലെ, അങ്ങനെ ചിലതൊക്കെ കാണുന്നത് അതുള്ളതാണോ ഇല്ലാത്തതാണോ ഒന്നും തിരക്കേണ്ടതില്ല, അതങ്ങെടുത്ത് പ്രചരിപ്പിക്കുന്നൊരു രീതി വളരെ വളരെ മോശമാണത്, വളരെ മോശമാണ്. പരമാവധി അത്തരം കാര്യങ്ങളെ കുറേയൊക്കെ ആവശ്യമില്ലാത്തതാണെങ്കിൽ കണ്ടില്ലെന്ന് നടിച്ചു പോകലാണ് ഏറ്റവും ഉചിതമായ കാര്യം. ഇങ്ങനെ ഭ്രാന്തായി പോകരുത്, അതും അസത്യങ്ങൾ പ്രചരിപ്പിച്ച്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോ ഒന്ന് കാണാം. हाँ ये देखो पूरा केक पार्ट। अब इधर ये किस में था? किसी में था? दूसरा इंडिया का बस ठीक है। चलो काम आता ना काम शुक्रिया। एक ये देखो ये देखो हाँ ये देखो पूरा केक पार्ट। अब इधर ये किस में था? किसी में था? दूसरा इंडिया का बस ठीक है। चलो काम आता ना काम शुक्रिया। एक ये देखो കണ്ടല്ലോ ഈ വീഡിയോ ദൃശ്യം. ഇതാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് വളരെ പ്രായമുള്ള, ഇപ്പോൾ സാമൂഹ്യ മാധ്യമത്തിലുള്ള ഒരു പ്രധാന വിഷയം എന്താണെന്നറിയോ? ഈ അകാലത്തിൽ കുറച്ച് ആളുകൾ, അകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഈ സൈക്കിളെ ഓട്ടി പഠിക്കുന്നതിനൊരു പ്രായമുണ്ട്, മൊബൈൽ ഉപയോഗിച്ച് പഠിക്കുന്നതിനൊരു പ്രായമുണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ ഇപ്പോൾ ഈ മൊബൈല് ഒരു 10-60 വയസ്സുകളിൽ അല്ലെങ്കിൽ 55-60 വയസ്സുകളിലൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയ ചില ആളുകൾ എന്ത് സംഗതി കണ്ടാലും
അതങ്ങ് പങ്കുവെക്കുക, ഷെയർ ചെയ്യുക, എല്ലാവർക്കും എടുത്ത് അയച്ചു കൊടുക്കുക, സ്വന്തം വോളിലിടുക, ഇതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ളതല്ല. ഇതിൽ പറയുന്നത് എന്താ? കയ്യിൽ രാഖി കെട്ടിയ ആരൊക്കെയോ സംഘികൾ ഹജ്ജിന് പോയിട്ട് കൊണ്ടുവരുന്നവരുടെ സംസം വെള്ളം എടുത്ത് കളയുന്നു എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഇത് ഇന്ത്യയിലൊന്നും അല്ല ഈ നടക്കുന്നത്. ഇത് എയർപോർട്ടിൽ ലഗേജ് വിട്ടപ്പോൾ ഇത്തവണത്തെ ഹജ്ജിന് വ്യാപകമായി ഉണ്ടായ ഒരു പ്രശ്നം, കാർഗോയിൽ വർക്ക് ചെയ്ത, മിനിസ്ട്രിയിൽ വർക്ക് ചെയ്ത, അതുപോലെ ഫ്ലൈറ്റിൻ്റെ ക്യാപ്റ്റനൊക്കെ ആയിരുന്ന എൻ്റെ സുഹൃത്തുക്കൾ പറയുമായിരുന്നു, ഈ വലിയ വലിയ പാത്രങ്ങളിൽ ഇത് വലിയ ആവേശപൂർവ്വം ഈ വെള്ളം ശേഖരിച്ചുകൊണ്ട് വന്ന് ഇത് ലഗേജിനകത്തൊക്കെ വെച്ച് കെട്ടി പല രൂപത്തിലാക്കി ഇതൊക്കെ കൊണ്ട് കയറിയിട്ട് അതങ്ങ് ഒഴുകി ബാക്കിയുള്ള ലഗേജുകൾ മുങ്ങുകയും ഫ്ലൈറ്റിൽ വെള്ളമാവുകയും മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയും ഒക്കെ ചെയ്യുന്ന സംഗതി വന്നപ്പോൾ ഇത് കൃത്യമായി മോണിറ്റർ ചെയ്യാൻ തീരുമാനിച്ചു. ആ മോണിറ്റർ ചെയ്യുന്നത് ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട് അതിനൊക്കെ കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുന്ന ആളുകൾക്കാണ്. ആ കോൺട്രാക്റ്റ് കൊടുത്തവരുടെ സ്റ്റാഫായ പാവങ്ങളാണ് ഇരുന്ന് ഈ പറയുന്ന സംഗതികൾ തിരികെ പറഞ്ഞു മാറ്റുന്നത്. അത് ശമ്പളത്തിന് അവർക്ക് കൊടുത്ത നിർദ്ദേശം അനുസരിച്ച് അവർ ചെയ്യുന്നതാണ്. അവരിട്ടിരിക്കുന്ന കയ്യിൽ രാഖിയുണ്ടോ, അവരിട്ടിരിക്കുന്നത് കാവിക്കളസമാണോ എന്നൊക്കെ നോക്കി എല്ലാവരും ചെയ്യുന്ന പ്രവൃത്തിയെ അങ്ങനെ അങ്ങ് വ്യാഖ്യാനിച്ച് സായുജ്യമടയുന്നതും വെറുപ്പും വിദ്വേഷവും പടർത്തുന്നതും നല്ലൊരു കാര്യമല്ല. അതിലൊക്കെ കുറച്ച് കരുതൽ വേണം. അങ്ങനെ അങ്ങ് ശുഭാപ്തി വിശ്വാസം നഷ്ടപ്പെട്ട് എന്തിലും ഏതിലും ഇങ്ങനെ തന്നെ അങ്ങ് കാണുന്നതും ഒരു മനോരോഗമാണ്. അത് വിദ്വേഷങ്ങളായി പ്രചരിപ്പിക്കുന്നവരുടെ മനോരോഗം പോലെ തന്നെയാണ് ഇത്തരമൊരു മനോരോഗമെന്ന് പറയാതിരിക്കാൻ വയ്യ.